മേലെ ചോക്കൊക്കെ ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ ചില ബോർഡുകൾ കാണാം. ഞാൻ MA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആരംഭിച്ചാണ്. ഞാൻ അതിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അങ്ങനെ അധ്യാപക രംഗത്ത് കുറച്ചു കാലം ഞാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമല്ല. അതാണ് രാഷ്ട്രീയം. എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ നക്ഷത്രം തെളിയാനുണ്ട്. ഞങ്ങൾ ഒക്കെ ആലോചിക്കുന്നത് ഇന്ന് കാണുന്ന എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ പിൻഗാമികളാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കൈപിടിക്കുകയോ ശുപാർശ ചെയ്യപ്പെട്ട ആളുകളാണ് AICCയുടെ ഭാരവാഹികൾ പോലും. കണ്ണൂരിലെ എല്ലാ നേതാക്കന്മാരും, ഇന്ന് കാണുന്ന എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെയൊക്കെ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൽ നിന്ന് ഞങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ അവരെ കൈകൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിന്ന് അവർ കാണുന്ന രാഷ്ട്രീയം പോലെ അല്ല ഞാൻ കാണുന്നത്. ഞാനെന്തായാലും ഒരു രാഷ്ട്രീയക്കാരൻ അധ്വാനിച്ച് ജീവിക്കണം, ഒപ്പം തന്നെ രാഷ്ട്രത്തിനും തൻ്റെ പാർട്ടിക്കും വേണ്ടി സേവനം അനുഷ്ഠിക്കണം. പാർട്ടിയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇതുവരെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള മനസ്സില്ലായിരുന്നു. സുധാകരൻ ഏറെ സ്നേഹത്തോടുകൂടി അവസാന കാലത്ത് ഞാനുമായിട്ട് നല്ല നിലയിൽ സഹകരിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം KPC പ്രസിഡൻ്റ് ആയതിനു ശേഷം അദ്ദേഹം എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹത്തിന് പാലിക്കാൻ സാധിച്ചു. കണ്ണൂരിൽ ഒരു പുതിയ തലമുറ കടന്നു വരണമെന്ന് എപ്പോഴും ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പുതിയ ചെറുപ്പക്കാരെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്ത ആ ഒരു അവസരത്തിൽ ഈ സുധാകരൻ ആ വാഗ്ദാനം തന്ന് അത് പാലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്? ഇന്നത്തെ DCCയുടെ നേതൃത്വം അന്ന് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു. ഞാനും സുധാകരനുമായുള്ള ഒരു ഐക്യപ്പെടൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സുധാകരൻ്റെ 2019 തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിലൊക്കെ എൻ്റെ സാന്നിധ്യം വലിയതായിരുന്നു. വളരെ സജീവമായിട്ട് 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ചുമതല എനിക്കായിരുന്നു. അദ്ദേഹമായി വളരെ അടുത്ത് നിൽക്കുകയും അത് കഴിഞ്ഞുണ്ടായ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നെ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാക്കുന്ന സുധാകരൻ്റെ ഏക പിടിവാശിമല്ല. സുധാകരൻ സുധാകരനല്ലായിരുന്നെങ്കിൽ ഞാൻ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാവില്ല. എന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ 1 മണിക്ക് മുന്നാണ്. 1 മണിക്കാണ് എന്നെ പ്രഖ്യാപിക്കുന്നത്, 3 മണിക്ക് സമാപിക്കുന്നത്. പക്ഷെ നേരത്തെ തന്നെ സുധാകരൻ എന്നോട് തയ്യാറാവാൻ പറഞ്ഞതുകൊണ്ട്, തയ്യാറാക്കി വെച്ച നോമിനേഷൻ ഉള്ളതുകൊണ്ട് പ്രഖ്യാപനം കഴിഞ്ഞ് നേരെ വന്ന് നോമിനേഷൻ കൊടുക്കുന്നത് 2 മണിക്കൂർ ഞാൻ തയ്യാറാക്കിയിരുന്നു. കാരണം എന്നോട് 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഞാൻ എന്ത് തന്നെ ആയാലും സ്ഥാനാർത്ഥിയാക്കും എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ്. അന്നത്തെ KPCC പോലും പൂർണ്ണമായും അതിനെതിരായിരുന്നു. അന്നത്തെ KPCC പ്രസിഡന്റ് രാമേന്ദ്രൻ കടന്നപ്പള്ളി വാളയാറിലെ ആ കുട്ടികളുടെ അമ്മയെ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പിടിവാശി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ദേവരാജൻ എന്ന് പറയുന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആൾക്ക് കൊടുത്തു. പക്ഷേ സുധാകരൻ്റെ ഒരു പിടിവാശി ഞാൻ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുക. അവസാനം KPCCയെ ആ തീരുമാനം എടുപ്പിക്കേണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഞങ്ങളൊരധികം പറ്റാണെന്ന് തോന്നുന്നു. എൻ്റെ നാട്ടിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കില്ല. എൻ്റെ വീട്ടിനടുത്ത് മീറ്റിംഗ് നടക്കും. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ മീറ്റിംഗാണ്. എൻ്റെ പ്രാദേശികമായി ഞാൻ ഇരുന്ന് നടക്കുന്ന സ്ഥലം 24 മണിക്കൂറും ചിലവഴിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയാം. ഞാൻ നാട്ടിൽ പോയതിന് ശേഷം 79 നാട്ടിൽ പോയതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ CPMമായി ഏറ്റുമുട്ടി വധഭീഷണിയിൽ നിന്ന് 2 തവണ രക്ഷപ്പെട്ട ഒരാളുടെ നാട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ പാർട്ടിയിൽ നിൽക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അവസാനം ഉണ്ടായത് ധർമ്മടത്ത് UDFൻ്റെ ഒരു മാർച്ച് നടക്കുക. ആ UDFൻ്റെ ധർമ്മടം പോലുള്ള സ്ഥലത്ത് പിണറായിക്കെതിരെ മത്സരിച്ച് നല്ല വോട്ട് വാങ്ങിയ ഒരാളുടെ UDFൻ്റെ ചെയർമാനായിട്ട് ഞാനന്ന് നിൽക്കുകയാണ്. അവിടെ നിൽക്കുക. ഞാൻ UDFൻ്റെ ചെയർമാനാണ്. പക്ഷേ UDFൻ്റെ പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിക്കില്ല. അന്നാണ് ഞാൻ ആദ്യമായി ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. അന്ന് വൈകുന്നേരം ഞാൻ മമ്പ്രത്ത് പൊതുയോഗം നടക്കുമ്പോൾ മമ്പ്രം പാലത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. അന്നാണ് ഞാൻ ചാനലുകാരോട് പറഞ്ഞത് ഞാൻ പാർട്ടി വിടുകയാണ്. അന്ന് രാത്രി ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ഈ പാർട്ടിയിലില്ല. ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയോട് കൂടെ പറയുന്നു വേറെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ആ തീരുമാനം വന്നവിടെ തന്നെ ആളുകൾ വന്നു. ചില ആളുകൾ കാണാൻ ആഗ്രഹിച്ചു. ഞാൻ ആരെയും കാണാനും കൂട്ടാക്കി. പിന്നെ ഞാനൊരു കോൺഗ്രസ് നേതാവിനെയും കാണാൻ പോയിട്ടില്ല. സുധാകരനടക്കമുള്ള ആളുകൾ കാണാൻ ശ്രമിച്ചിരുന്നു. രഘുവേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ട സമയത്ത്, ഇങ്ങനെ വിടുന്നെന്ന് പ്രഖ്യാപിച്ച സമയത്ത് കോൺഗ്രസിലെ ഉന്നതരായ നേതാക്കളെ കോൺടാക്ട് ചെയ്തില്ലേ? ഒരുപാട് സുധാകരനടക്കം കാണാൻ താല്പര്യപ്പെട്ടിരുന്നു.
സുധാകരൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാണുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞു. KC വേണുഗോപാൽ ഒരാൾ മുഖാന്തരം എന്നെ രാത്രി വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഞാൻ മനസ്സിൽ ഉറച്ച തീരുമാനം. കാരണം അതൊരു 6 മാസം മുന്നേ ഇതുപോലെ ഒരു സമീപനം ഉണ്ടായപ്പോൾ ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ചപ്പോഴാണ് സുധാകരൻ്റെ ആളുകളും എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ചായിരുന്നു. പത്രസമ്മേളനം 11 മണിക്കുള്ള പത്രസമ്മേളനം എന്നെ നിർത്തിവെപ്പിച്ചു. ഈ ചെയ്യാൻ പാടില്ല, എല്ലാ പ്രശ്നവും പരിഹരിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 6 മാസം കഴിഞ്ഞാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ താല്പര്യമില്ല. സുധാകരനത് പാലക്കാട് നിന്ന് എന്നോട് രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വിളിച്ചു പറഞ്ഞു സുധാകരൻ വരുന്നുണ്ട്, നിങ്ങളെ കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ താല്പര്യമില്ല, കാണേണ്ട ആവശ്യമില്ല. അന്ന് 11 മണിക്ക് പത്രസമ്മേളനം നടത്തി പാർട്ടി തീരുമാനം. ഞാൻ ഏകദേശം ഡിസംബർ 12 എന്നൊരു 10 ദിവസക്കാലം ഞാൻ എൻ്റെ തീരുമാനം എടുക്കാൻ താമസിച്ചു. ഞാൻ BJPയുമായിട്ട് ചേരാൻ തീരുമാനിച്ചത് 2023 ഡിസംബർ 23 അങ്ങനെ ഓൾ ഇന്ത്യ കമ്മിറ്റിയും അതിൻ്റെ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിൽ പോവുകയും ഡൽഹിയിൽ വെച്ച് 24 ക്രിസ്മസിൻ്റെ തലേന്ന് JP നദ്ദ എന്ന് പറയുന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിൽ നിന്ന് ഞാൻ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നു. തിരിച്ചു വന്നു 5-ാമത്തെ ദിവസം BJPയുടെ ദേശീയ സമിതി അംഗമായി എന്നെ നോമിനേറ്റ് ചെയ്യുന്നു. പാർട്ടി വലിയ അംഗീകാരം തരുന്നു, വേണ്ട രീതിയിലൊക്കെ എന്നെ പരിഗണിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പരിഗണന മാത്രമേ ആവശ്യമുള്ളൂ. പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ പോലെയുള്ളവർക്കൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണം, സ്ഥാനമാണെന്നത് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനത്തെ രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് പക്ഷേ പരിഗണന വേണം. ഞങ്ങൾ ഒരു സ്ഥലത്ത് അതിപ്പോൾ BJPയിലേക്ക് വന്നതുകൊണ്ട് അർഹമായ പരിഗണന ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പരിഗണന. ഫെബ്രുവരി മാസം ഞാൻ വന്ന് കേവലം 1 മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച് കാണില്ല എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ അന്നത്തെ പേപ്പർ പ്രഖ്യാപനത്തിൽ നരേന്ദ്രമോദി ഒന്നും ഞാൻ 13ാമത്തെ ഫോട്ടോ ആയിട്ട് എൻ്റെ ഫോട്ടോ ആണ് കേരളത്തിൽ. അതൊരു വലിയ അംഗീകാരമാണ്. 400ഓളം ആളുകൾ ഇന്ത്യയിൽ മത്സരിക്കുമ്പോൾ 400 പേരിൽ ഒരാളാവുകയും കേരളത്തിൽ 30 ദേശീയ സമിതി അംഗങ്ങളിൽ ഒരാളായി തീരുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, 2ാം തവണയും ഭരിക്കുന്ന പാർട്ടി. അപ്പം തന്നെ ഏറ്റവും പ്രധാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 20 സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി. കോൺഗ്രസ് ഒന്നുമല്ലല്ലോ. കോൺഗ്രസ് നിന്ന് അതിൻ്റെ 7 അയലത്ത് പോലും എത്താത്ത പാർട്ടിയാണ്. കോൺഗ്രസ്സിൽ ഒരു ബൂത്ത് തലത്തിൽ പോലും വിളിക്കാത്ത ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് മാറിയപ്പോൾ അവർ അർഹിക്കുന്ന പരിഗണനയോടുകൂടി എനിക്ക് നൽകിയത് ആ പാർട്ടി എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹവും ആയിട്ട് ഞാൻ കാണുകയും വലിയ അംഗീകാരമാണ്. ആ അംഗീകാരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ സജീവമായി മുന്നോട്ട് പോയി. കണ്ണൂരിൽ BJPക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മുന്നിലൊരു ചിത്രം ഉണ്ടായിരുന്നു. BJP കണ്ണൂരിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഉറച്ചാണ്. ഒരു സ്പേസ് ഉണ്ട് കണ്ണൂരിൽ BJPക്ക് ഇഷ്ടംപോലെ സാധ്യതകളുള്ളൊരു സ്ഥലമാണ്. ആ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒരു ജനാധിപത്യ പാർട്ടിയിൽ നിന്ന് വന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ശൈലിയിൽ ഒരു അല്പ വ്യത്യാസമുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടി വളരെ കർക്കശമായി പോകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതിലും ഒരു ജനകീയമായി ചില ഇടപെടലുകൾ നടത്തിയാൽ വളരെയധികം മുന്നോട്ട് വരാൻ ഒരുപാട് ആളുകൾ പാർട്ടിയിൽ ചേരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി ഇന്നും കണ്ണൂരിലെ ഏറ്റവും നല്ല വലിയ പാർട്ടിയായി BJP മാറാൻ പോവുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി ഏകദേശം 1,20,000 വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. 65,000 വോട്ടാണ് ഇതുവരെ കണ്ണൂരിൽ BJPക്ക് ലഭിച്ച ഏറ്റവും കൂടിയ വോട്ട്. അതിൽ നിന്ന് ആദ്യമായി 1,20,000 ഒരു 100 ചില്ലാനം വോട്ട് കുറവേയാണ്. കണ്ണൂരിൽ ഒരു 13% വോട്ടുള്ള പാർട്ടിയായി കണ്ണൂരിൽ BJP മാറി. 6% നിന്നും നേരെ കുതിച്ചേട്ടം ഞങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ജനങ്ങളുടെ മനസ്സിലും പൊതു രംഗത്തും എൻ്റെ സാന്നിധ്യം ജനങ്ങൾ അറിഞ്ഞു. അതിന് ഭാരതീയ ജനതാ പാർട്ടി എനിക്കതിനൊരു അവസരം തന്നു. കണ്ണൂരിൽ എനിക്ക് നിരവധിയായ ബന്ധങ്ങളുണ്ട്. ഞാൻ കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിച്ചു, കണ്ണൂർ ടൗണിൽ വളർന്നു. നിരവധിയായ ചാരിറ്റി സൊസൈറ്റികളുണ്ട്. കണ്ണൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്നു. ട്രോമ കെയർ എന്ന് പറയുന്ന കണ്ണൂരിലെ ഏറ്റവും വലിയ സംഘടനയാണ്. ഈ റോഡ് അപകടങ്ങളിൽപ്പെടുന്നവരെ സഹായിക്കാനുള്ള ഒരു സംഘടനയുണ്ട്. RTOയും കളക്ടറും ചെയർമാനായി ഉണ്ട്. ഞാനതിന് 13 വർഷം അതിൻ്റെ ചെയർമാനായിരുന്നു. ഞാനിപ്പോഴും ഒഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വേണ്ട എന്നുള്ളത് ഞാൻ രാജിവെച്ചാൽ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സ്വയം പറഞ്ഞ എനിക്കതിന്. അതുപോലെ ജില്ലാ ലൈബ്രറി ഞാനായിരുന്നു. നിങ്ങളറിയേണ്ടത് പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്നു. ഞാനതും ആ സമയത്ത് ഒഴിഞ്ഞു കൊടുത്താണ്. കാരണം ഞങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം തന്നെ നിൽക്കുക, അല്ലാതെ എല്ലാത്തിലും കയറി വീഴുക എന്നുള്ളത് കൊണ്ട്
നിരവധിയായ ചാറ്റ്. അതുകൊണ്ട് കണ്ണൂരിലത്തെ ജനങ്ങൾക്ക് ഇടയിൽ എൻ്റെ ഒരു ചെറിയ പേരും കൂടി ഉണ്ട്. അത് പാർട്ടിക്ക് ഗുണകരമാക്കി മാറ്റാൻ കണ്ണൂരിനകത്തുള്ള ജനങ്ങളായിട്ട് രഘുവേട്ടന് അവേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് നിരന്തരമായ ബന്ധങ്ങളുണ്ട്. ഞാനങ്ങനെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനെ പലർക്കും അറിയില്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന്. അതുകൊണ്ട് ഞങ്ങളോട് ഇഷ്ടമുള്ള ഒരുപാട് ആളുണ്ട്. കോളേജ് അലൂമിനിയുടെ പ്രസിഡൻ്റായിരുന്നു. എസ് എൻ കോളേജിൽ ബ്രണ്ണൻ കോളേജിലെ അലൂമിനിയുടെ പ്രസിഡന്റ്.